ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് സംഭവം. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ രാജേഷ് കുമാറാണ് മരിച്ചത്. ശാരീരിക പ്രയാസം അറിയിച്ചിട്ടും സെക്യൂരിറ്റി ജീവനക്കാരൻ ക്യൂവിൽ നിൽക്കാൻ നിർദ്ദേശിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. അതേസമയം ചികിത്സ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി സൂപ്രണ്ട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആരോപണത്തെ തുടർന്ന് സുരക്ഷാ ജീവനക്കാരനെ ചുമതലയിൽ നിന്നും നീക്കി. നെഞ്ചുവേദനയെ തുടർന്നാണ് 52 വയസ്സുകാരനായ രാജേഷ് കുമാർ ചികിത്സ തേടി നെയ്യാറ്റിൻകരയിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനോട് നെഞ്ചുവേദനയാണ് എന്നുള്ള കാര്യം പറയുന്നു. ആ പറയുന്ന സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ മറുപടിയായി പറഞ്ഞത് പോയി OP ടിക്കറ്റ് എടുക്കൂ, ക്യൂവിൽ നിൽക്കൂ എന്നുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചിട്ടും സെക്യൂരിറ്റി ജീവനക്കാരൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതിനുശേഷം OP ടിക്കറ്റ് എടുക്കുന്നു. OP ടിക്കറ്റ് എടുത്ത ശേഷം ECG എടുക്കാൻ കൊണ്ടുപോകുന്നതിൽ അടക്കം കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ആദ്യം ഉന്നയിച്ചിരുന്ന ആരോപണം. പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ ആ കാര്യത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല. 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECG എടുത്തിട്ടുണ്ട്. OP ടിക്കറ്റ് എടുത്തതിന് ശേഷം ECG എടുക്കുന്ന നടപടി ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ ഇരുന്ന് തന്നെ അവിടേക്ക് മറിഞ്ഞു വീണ് ഈ രോഗി മരിക്കുകയായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ആശുപത്രി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തുനിന്നും നിരന്തരമായി ഇത്തരം പ്രശ്നം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം രോഗി ഒരു 100 മീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. പുള്ളി നെഞ്ചത്ത് കൈവച്ചാണ് വന്നത്. എന്നിട്ട് പോലും പുള്ളി അകത്തോട്ട് കയറ്റിവിട്ടില്ല. മീൻസ് ഇവിടുത്തെ സെക്യൂരിറ്റി തടഞ്ഞു വെച്ച് ഈ OP ക്യൂവിൻ്റെ കൂടെ നിർത്തിയായിരുന്നു. ഇത്രയും രോഗികൾ നടക്കുമ്പോൾ ഒരൊറ്റ ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അവിടെ ചികിത്സിക്കാൻ. ഈ ക്യൂ ഏകദേശം ഇതുവരെ ഉണ്ടായിരുന്നു, ഡോക്ടറിൻ്റെ റൂമോട്ട് ഇതുവരെ. അപ്പോൾ ഇവിടെ നിർത്തിയിരുന്നു രോഗിയെ. എന്നിട്ട് ഒരുവിധം ബഹളം ഉണ്ടാക്കിയാണ് നെഞ്ചുവേദനയായിട്ട് അകത്ത് കൊണ്ടുപോയത്. ബന്ധുക്കളടക്കമുള്ളവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് വിശദമായ ചർച്ച അവരുമായി നടത്തി. അവരെ ഈ രേഖകളെല്ലാം കാണിച്ച ശേഷമാണ് മൃതദേഹം ഏറ്റെടുക്കാൻ അവർ തയ്യാറായത്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എന്തായാലും ആശുപത്രിയുടെ അകത്ത് ബന്ധുക്കളുടെ പ്രതിഷേധം നടക്കുമ്പോൾ ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധവുമായി BJP പ്രവർത്തകരും അതോടൊപ്പം DYFI പ്രവർത്തകരും എത്തിയിരുന്നു. ഇവിടെ എത്തിയ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ചികിത്സയിൽ കാലതാമസമോ ചികിത്സയിൽ പിഴവോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടി ഉണ്ടാകുക. അല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നത് സെക്യൂരിറ്റി പെട്ടെന്ന് ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ CCTV എല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായി അത് വേണ്ട രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് ഉള്ളതാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിജു ES-നൊപ്പം അവൽ തേൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.